ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാവുന്ന സ്കൂൾ ആൻഡ് ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ ആണ്. സോ ഒരു എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. സ്കൂളിൽ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, ഏത് രീതി പഠിപ്പിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ്. സോ റിസൾട്ട്സ് ആണ് 926 എയിം ഓഫ് എഡ്യൂക്കേഷൻ, കൾട്ടിവേഷൻ ഓഫ് ഇന്റലിജൻസ്, ഐഡന്റിഫൈങ് ഡെവലപ്പിംഗ് ആപ്റ്റിറ്റ്യൂഡ്സ്, ബേസിക് സബ്ജക്ട്, കരിക്കുലം പ്രിൻസിപ്പിൾസ് ആൻഡ് അവോയ്ഡ് ഹെവി മെന്റൽ ടാസ്ക് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് തിയറീസ് കൊണ്ടുവന്നിരുന്നു. സോ എയിം ഓഫ് എഡ്യൂക്കേഷൻ, എന്തിനാണ് വിദ്യാഭ്യാസത്തിന് ആവശ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടും ഉപയോഗം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസിങ്. അതിന്റെ സബായിട്ടാണ് കൾട്ടിവേഷൻ ഓൺ ഇന്റലിജൻസ്. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു കുട്ടിക്ക് പഠിക്കാനായി എത്രത്തോളമാണ് ബുദ്ധി വേണ്ടത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നിശ്ചിതമായ ഒരു മെഷർമെന്റ് ഉണ്ടോ, കണക്കുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആപ്റ്റിറ്റ്യൂഡ്സുകൾ ഡെവലപ്പ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യേണ്ടതും ഏത് രീതിയിലാണ്, ബേസിക് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, എന്താണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഒരു ഓർഡറിൽ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. 7 വയസ്സിന് മുന്നേ ഒരു ഹെവി മെന്റൽ ടാസ്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് അലൈൻ വിത്ത് ചിൽഡ്രൻ നേച്ചുറൽ വേ ഓഫ് ലേണിംഗ്. അവരെങ്ങനെയാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ പഠിക്കേണ്ടത്, അതേപോലെ ആയിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് റിജക്ട് ദ ഐഡിയ ഓഫ് ഡ്രോയിങ് ഔട്ട് ഹിഡൻ നോളജ് ആൻഡ് ചിൽഡ്രൻസ് ഓൾറെഡി ആക്റ്റീവ് എഡ്യൂക്കേഷൻ ഷുഡ് ഡയറക്ട്ലി ദിസ് ആക്ടിവിറ്റി. അതായത് ഒരു കുട്ടി പഠിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ നാച്ചുറൽ പ്രോസസ്സിലൂടെ ആയിരിക്കണം. അതായത് എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറയുന്നത് ആരും ഫോഴ്സ് ചെയ്തിട്ടാകാൻ പാടില്ല. പകരം സ്കൂളിൽ പോകേണ്ടത് എന്ന് പറയുന്നത് എൻ്റെ ബേസിക് റിക്വയർമെന്റ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ കൂടെ തന്നെ നടക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതായത് എൻ്റെ ലൈഫിൽ വേണ്ട ഒരു കോമൺ കാര്യം എന്നുള്ളത് പോലെ കേട്ടോ. സോ അവിടെയൊക്കെയാണ് പിന്നെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ യൂസ്ഫുൾ തിയറീസുകൾ നമുക്ക് ജോൺ ഡ്യൂ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഡ്യൂസിന്റെ കീ ഇൻസൈറ്റുകൾ എന്തൊക്കെയാണ്, ടു ബി നർച്ചേർഡ് എന്തൊക്കെയാണ്, സോഷ്യൽ ഇൻസ്റ്റിക്ട്, കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ, ലാംഗ്വേജ് ഇൻസ്റ്റിക്ട്, പവർഫുൾ എഡ്യൂക്കേഷൻ ടൂൾ, കൺസ്ട്രക്റ്റീവ് ഇൻസ്റ്റിക്ട്, സീൻ, പ്ലേ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്റ്റിക്ട്, ക്യൂരിയോസിറ്റി ഡ്രിവൺ ബൈ സോഷ്യൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് ഇമ്പൾസ്, ആൻഡ് എക്സ്പ്രസ് ഓർ ആർട്ട് ഇൻസ്റ്റിക്ട് റിഫൈൻ ഫോം എ പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽപ്പ് ഇൻ ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ പർപ്പസ്. അതായത് ഇപ്പോൾ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഒരാളെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടി കലർന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. അതായത് ബാഗിനെ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഒരാൾ കൊണ്ടുപോകുന്ന ബാഗിന്റെ അളവ് നോക്കിയിട്ടല്ല, പകരം കുട്ടികൾക്ക് മോർ ക്രിയേറ്റീവായി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡിൽ എങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളിലൂടെയാണ് എന്തായത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നുള്ളതാണ്. അപ്പോൾ നാലോണ്ട് പണ്ടേ കൊണ്ടുവന്ന കാര്യമാണ്, അല്ലാണ്ട് ഇപ്പോഴോ കാര്യങ്ങളൊന്നും അല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ആൻഡ് ബേസിക് സ്കൂൾ സ്കിൽ ദ 3 RC ആൻഡ് C, അതായത് 3 RS എന്നും പറയും ആൻഡ് C എന്നും പറയും. സോ 3 RS റീഡിങ്, റൈറ്റിംഗ്, അരിത്തമാറ്റിക്, and C is the computer. So learning to read, reading is the fundamental for all learning. നമുക്ക് വായിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്, എല്ലാം പറയാറില്ല. സോ ടോട്ടൽ സ്റ്റേറ്റ്, അസോസിയേറ്റ് നെയിം വിത്ത് തിങ്സ്, ആൽഫബറ്റിക് ആൻഡ് ഫോണിക്സ് ആൻഡ് പ്രൊനൗൺസിയേഷൻ, ലെറ്റർ ഗ്രൂപ്പ്സ് ആൻഡ് റീഡിംഗ് സിമ്പിൾ ടെക്സ്റ്റ്. സോ നമുക്ക് എന്താണോ വായിക്കേണ്ടത്, എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ഉള്ള ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ, വേയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം, അത് വായിക്കാൻ പറ്റണം. ഗുഡ് റീഡിംഗ് ടിപ്പ് എന്താണ്, ക്ലിയർ പ്രൊനൗൺസിയേഷൻ, മോഡുലേഷൻ, ഇമോഷൻ, പോസ് ആൻഡ് സ്പീഡ്. സോ ടിപ്സ്, എനാക്ട് സ്റ്റോറി, ഡ്രാമ, ഫാമിലി റീഡിംഗ്, ടൈം ഓഫ് ഡിസ്ഇൻട്രസ്റ്റഡ് ചിൽഡ്രൻ. അതായത് ഇപ്പം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആകണം എന്നൊരു നിർബന്ധവും ഇല്ല പഠിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയം നമ്മൾ ആക്ഷൻ കാണിക്കേണ്ടി വരും, ഡ്രാമ കാണിക്കേണ്ടി വരും. കുട്ടികളെ മാക്സിമം നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലേണിംഗ് ടു റൈറ്റ്. സോ നമ്മൾ എഴുതുക എന്ന് പറയുന്നത് ഒരുപാട് പ്രാക്ടീസും പ്ലാനിങ്ങും ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം എന്താ കുട്ടികളെ പഠിപ്പിക്കുക, റാ പഠിപ്പിക്കും, പഠിപ്പിക്കും, ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മൾ പഠിക്കുക, അല്ലേ. സോ 2 അപ്രോച്ചാണ് ഉള്ളത്. ഡൽഹിയിലാണെങ്കിൽ ലാംഗ്വേജ് ലേൺ ത്രൂ എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ, നമ്മൾ എക്സ്പ്രസ് ചെയ്തും സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് അപ്രോച്ച് ചെയ്യാം. അടുത്ത് പറയുന്നത് റിസലാണ്. സോ റീഡിംഗ്, ലിറ്ററേച്ചർ, ബിൽഡിംഗ് ലിംഗ്വിസ്റ്റിക് സ്കിൽ ആൻഡ് ത്രൂ ഹാബിറ്റ്സിലൂടെയും ലിംഗ്വിസ്റ്റിക് സ്കില്ലിലൂടെയും നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് റൈറ്റിംഗ് എൻകറേജ്മെന്റ് ടിപ്പ്. സോ ബേസ് റൈറ്റ് ഓൺ പേഴ്സണൽ ക്ലാസ് റൂം എക്സ്പീരിയൻസ്. സോ നമ്മുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് ടു ടീച്ച് റൈറ്റിംഗ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്, റെക്കോർഡ്, ഇൻഫോം, ഇമാജിൻ, ഫൺ. നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ടീച്ച് ചെയ്യിപ്പിക്കുക. ഡിസ്കസ് ദ പേർപ്പസ് ഓഫ് ടാസ്ക്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ടാസ്ക് ചെയ്യുന്നത്. നോ ഇൻട്രപ്ഷൻ ഡ്യൂറിംഗ് റൈറ്റിംഗ്. അലോ റിവിഷൻ ടൈം. ഡിസ്പ്ലേ ഓൾ വർക്ക്, നോട്ട് ജസ്റ്റ് ടാപ്പേഴ്സ്. ഇൻ്റഗ്രേറ്റ് റീഡിംഗ് ദ ഓൾ ടാസ്ക്
വിത്ത് റൈറ്റിംഗ്. ചില ടീച്ചർമാരുണ്ട് ഏറ്റവും നല്ല കുട്ടിയുടെ വർക്കായിരിക്കും കാണിക്കുക. അങ്ങനെയല്ല, എല്ലാ കുട്ടികളുടെയും വർക്ക് കാണിക്കണം, റിവിഷനുള്ള സമയം കൊടുക്കണം, അവരുടെ വർക്കിന് സമയം കൊടുക്കണം, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും റൈറ്റിംഗ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, എൻകറേജ് ചെയ്യേണ്ടത്. ഇനി മാത്സ് സ്കില്ലാണ്. സോ അരിത്തമാറ്റിക് ഫ്രസ്ട്രേറ്റിംഗ് ആണ്, ലൈക്ക് ആക്യുറേറ്റ് ആയിരിക്കണം, ലോജിക് ആയിരിക്കണം. സോ അതുകൊണ്ട് പയ്യെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓവർ ബർഡൻ കൊടുക്കാൻ പാടില്ല. ജോമെട്രി, അൽജബ്രയൊക്കെ മിഡിൽ സ്കൂളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയായിരിക്കാം. അബാക്കസ്, കോൺക്രീറ്റ് ഒബ്ജക്ട്സുകൾ ഒക്കെ ആണെങ്കിൽ, അതായത് പെന്നും പെൻസിലും അല്ലാതെ തന്നെ നമുക്ക് ഈ ബീഡ്സ് ഒക്കെ വെച്ചുള്ള പരിപാടിയില്ലേ, അബാക്കസിലൊക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കമ്പ്യൂട്ടർ സ്കിൽ. സോ കമ്പ്യൂട്ടർ സ്കില്ല് ബേസിക് സ്കില്ലാണ്. സോ പല പാരൻസുകളും കുഞ്ഞു മുതലേ അവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനൊക്കെ ചെയ്യാറുണ്ട്, നല്ലത് തന്നെയാണ്. സോ നമ്മൾ മെഷീൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കുന്നത് പോലും കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടിങ് മുതലാണ്. ടീച്ചിങ് ടൂൾസ് ആയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. സോ മെഷീൻ എക്സ്പ്ലോർ ചെയ്യുക. അപ്പം ഈ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നതിന് ഒരു ഫോർമൽ സിലബസോ എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. എങ്ങനെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യണം പഠിപ്പിക്കേണ്ടത്. പക്ഷേ ഇച്ചിരി അകത്തോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ആവശ്യമാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് ഇൻഫർമേഷൻ തരാനും ലേണിംഗ് ആക്സലറേറ്റ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് മോണിറ്റർ സ്ക്രീൻ ടൈം, കണ്ടന്റും ഒക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. കാര്യം സ്ക്രീൻ ടൈം കൂടുതലാണ്, കുട്ടികൾ കൂടുതൽ ഇരിക്കുവാണെങ്കിൽ അത് പഠനത്തിന് ഒരുപാട് ബാധിക്കും. ഇനി ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് ജോഗ്രഫി നമ്മൾ എർത്ത്, പ്ലേസ്, വെതർ, നേച്ചർ ഒക്കെയാണ് കൂടുതലും കവർ ചെയ്യുക. അപ്പോൾ അവർക്ക് പിക്ചേഴ്സ്, സ്റ്റോറീസ്, ഫിലിംസുകൾ, മാപ്പ്, ഇമേജ്, ട്രാവൽ ടീൽസ് ഒക്കെ യൂസ് ചെയ്യാം. അവരെ കൊണ്ട് എസ്സേ ഒക്കെ എഴുതിപ്പിക്കുക, കുട്ടികളെ കൊണ്ട് കൺട്രികളെ പറ്റി എഴുതുക, അല്ലെങ്കിൽ വെതറിനെ പറ്റി എഴുതുമെന്ന് പറയാം. ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒരുമിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത് തന്നെ അല്ലേ. സോ സ്റ്റോറീസൊക്കെ തുടങ്ങാം. ഹിസ്റ്ററി പഠിപ്പിക്കും തന്നെ, പണ്ട് രാജാക്കന്മാർ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, അവരൊക്കെ നല്ലവർ, അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇലുസ്ട്രേഷൻ, സിനിമ, വിസിറ്റ്സ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ പ്ലേസ്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഹ്യൂമൻ ജേർണി, പണ്ട് മുതൽ എങ്ങനെ ഇപ്പം എങ്ങനെ എന്നുള്ളത് കാണിക്കാൻ അല്ലെങ്കിൽ ഡെപിക്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഹിസ്റ്ററി തന്നെയാണ്. ആൻഡ് ഡ്രാമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് വിച്ച് ഇൻസ്പയർ ഹീറോസ്. സോ നമുക്ക് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ പറയുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് നമുക്കത് യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഈ അങ്ങോട്ടുള്ള എല്ലാ സബ്ജക്റ്റ് അങ്ങനെയാണ് കേട്ടോ. സയൻസ് ആണെങ്കിൽ ഓൺലി ആഫ്റ്റർ ഏജ് 14. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ നമ്മൾ ഡിവൈഡ് ആയി വരുന്നത്. അതൊരു ബേസിക് സയൻസ് ആണ് അല്ലേ. സോ നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ്, നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഇമാജിനേഷൻ കൂടുതൽ കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സണ്ണ്, പ്ലാനറ്റ്, നേച്ചറിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹ്യൂമൻ ബോഡി, ഹെൽത്ത്, സിമ്പിൾ മെഷീൻ ഒക്കെ. അതർ സബ്ജക്റ്റിൽ ഒന്നാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. സോ നോളജ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ ആണ് കോംപ്ലിമെന്റ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു കുട്ടീനെ കൂടുതലായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ നമ്മളിങ്ങനെ വാർത്തെടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ്. സോ 2 key purpose, വാല്യൂ ഇൻക്ലൂഷൻ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് ആണ്. വാല്യൂ ഇൻക്ലൂഷൻ ലൈക്ക് ടീം വർക്ക് ആൻഡ് കോർപ്പറേഷനും, ഫിസിക്കൽ ഗ്രോത്ത് ആണെങ്കിൽ എല്ലാ ഡെവലപ്മെന്റിനെയും സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. ഇതിനകത്ത് മേജർ 2 സബ് ഡിവിഷൻസ് നമുക്കുള്ളത്. സോ ഇവിടെ നോ ലിമിറ്റ് ടു സ്പോർട്സ് ഇൻക്ലൂഡ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഗുഡ് ഹാബിറ്റ്, പേഴ്സണൽ ക്ലീൻനെസ്, ഡിസീസ് പ്രിവെൻഷൻ. സോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ PT എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിനകത്താണല്ലോ. അപ്പം വെറുതെ ചാടുക ഓടുക എന്നുള്ളതിന് മാത്രമല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരുപാട് പർപ്പസ് ഉണ്ട്. പല സ്കൂളുകളിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചാടുക, ഓടുക, ഫുട്ബോൾ എടുത്ത് കൊടുക്കുക, അങ്ങനെയല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾ കുളിക്കണം, എങ്ങനെ നനയ്ക്കണം, എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത്, എങ്ങനെയാണ് നഖം വെട്ടേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബട്ട് സ്റ്റിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എപ്പോഴും സ്പോർട്സിൽ മാത്രം ലിമിറ്റ് ആയിരിക്കുന്നു. ടീച്ചിങ് ഫോർ പ്ലഷർ, ഡാൻസും മ്യൂസിക്കൊക്കെ റെക്കമെൻഡ് ആണ്. ബോഡി ഡെവലപ്മെന്റ്, എസ്തെറ്റിക് ട്രെയിനിങ്, ജോയ് ആൻഡ് പ്ലഷർ. സോ ഡാൻസ് എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മസിൽസിന് പ്ലഷർ കൊടുക്കുന്നു, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. സോ മ്യൂസിക് ആണെങ്കിൽ ഡാൻസിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. നഴ്സറി റൈംസ്, ബ്യൂട്ടിഫുൾ സോങ്സുകൾ. സോ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആകണം, പാടാനും വായിക്കാനും ഒന്നും പോസിബിൾ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പൽഷൻ ഒന്നും പാടില്ല. കീപ് ഇറ്റ് എൻജോയബിൾ. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കണം. ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷൻ. സോ എന്തൊക്കെയാണ്, നമ്മൾ എന്തിനാണ് റിയൽ ടൈം എക്സ്പീരിയൻസ് അല്ലെ, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവരെങ്ങനെയാണ്, ഏത് രീതിയിലാണ്. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, നമുക്ക് സിലബസ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു, ഫിസിക്കൽ പ്ലസ് മോറൽ, ഡാൻസ് ആൻഡ് മ്യൂസിക്, എസ്തെറ്റിക് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. എക്സ്ക്ലൂഷൻ ആണെങ്കിൽ റിയൽ വേൾഡ് എക്സ്പ്രഷൻ, റിയൽ വേൾഡ് എക്സ്പോഷർ ആണ്. അതായത് നമുക്ക് റിയൽ വേൾഡിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലോ, പിക്ചർ കാണിക്കുക, ഫിലിം കാണിക്കുക. നമ്മൾ ഈ ചില സ്കൂളിലൊക്കെ ഫിലിംസ് കാണിക്കാറില്ല, അതൊക്കെ ഈ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷൻസിനകത്ത് വരുന്നതാണ്. സോ ലൈഫ് ഇച്ചിരി മീനിങ് ഫുൾ ആക്കുവാണ്.
എളുപ്പം സബ്ജക്റ്റ് ആണ് ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ പെട്ടെന്ന് തീരും. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയാണ് ടീച്ചിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ടീച്ചിങ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടെന്ന ഒരു ക്വസ്റ്റ്യൻ വരേണ്ടാവുക, അല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.